അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അൽഹംദുലില്ലാ, എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. എല്ലായിടത്തും ഉണ്ടാവില്ലേ ഈ മഴ? അപ്പോൾ രാവിലെ തന്നെ ഒരു നല്ലൊരു പഴുത്ത കറുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണിന്ന് തിന്നണത്. രാവിലത്തെ ഭക്ഷണം അതാണ്. പിന്നെ കുറച്ച് ചാപ്പി ഉണ്ടാക്കിക്കണ്. പിന്നെ ഉച്ചക്ക് അല്ലേ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുക. രാവിലെ ഇപ്പോൾ ഫ്രൂട്ട്സും വൈകുന്നേരം രാവിലെ ഫ്രൂട്ട്സുകളൊക്കെയാണ് തിന്നുക. അപ്പോൾ ഏതായാലും ഉച്ചക്കിനുള്ള ഫുഡിനുള്ള ഒരു കോഴിനെ ഇറക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്ന് കുട്ടികൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്നൊരു ചോറുണ്ടാക്കാൻ കരുതിയിരിക്കുകയാണ്. അപ്പോൾ കോഴിനെ കറുത്ത് ശരിയാക്കി കഷ്ണങ്ങളാക്കി അവിടെ വെച്ചിക്കണു. ഇതായി ചോറിന് കുറച്ച് ബസ്മതി അരി ഉണ്ട് 1 കിലോ. അപ്പോൾ അതുകൊണ്ട് ചോറ് വെക്കാൻ കരുതിയിട്ടാണ്. ബിരിയാണി പോലെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം വെച്ചേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടേ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിക്കാണ്. പിന്നെ ആ വെള്ളം തിളച്ചിട്ട് അതിക്ക് അരി കഴുകി വെച്ചതിന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അരി 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തിക്കണം. ഇനി അതൊന്ന് വേവട്ടെ. പിന്നെ ഒരു 5 വലിയ ഉള്ളി എടുത്തിട്ട് അരിഞ്ഞിക്കണ്. അപ്പോൾ വലിയ ഉള്ളി ചെറുതാണ്, അതുകൊണ്ടാണ് 5 എടുത്തിക്കണത്. ചെറിയ ഉള്ളിയാണ്, അല്ലെങ്കിൽ അത്രയൊന്നും വേണ്ട. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് അതിന് കുറച്ചെടുത്തുകൊണ്ട് പിന്നെ ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ. അതൊന്ന് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചോറിൻ്റെ മേലെ ഇട്ടെടുക്കാൻ. ആ ഉള്ളിയൊക്കെയാണ് കോരി എടുത്തുട്ടോ മൂത്തിട്ട്. പിന്നെ അതിന് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 തക്കാളി, 2 പച്ചമുളക് പിന്നെ ആ കീറിയിട്ട് ഇട്ട് കൊടുത്തിക്കാണ്. തക്കാളി അരിഞ്ഞതും അതും ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ജീരകവും കൂടി ചതച്ചിട്ട് അതും കൂടിയാണ് ഇട്ട് കൊടുത്തുക്കണത്. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ വാടി വന്നിട്ട് അപ്പോഴാണ് പിന്നെ കുട്ടികൾ കുറച്ച് ക്യാരറ്റും മല്ലിച്ചപ്പും പുതിനൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിച്ചപ്പും പുതിന അരിഞ്ഞതും ഇട്ട് കൊടുത്തു. ക്യാരറ്റും ഇട്ട് കൊടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് വാടിയിട്ട് അതിക്ക് മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടു. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുക്കണു. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് പിന്നേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിരുന്നു. ഉള്ളി വാട്ടുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ കോഴിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചോറ് വെന്തിക്കണം കേട്ടോ. ചോറൊക്കെ വെന്ത് തീയൊക്കെ ഓഫാക്കി വെച്ചിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ വെന്തിക്കണ്. പിന്നെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴേക്കിനേ ചോറ് നേരത്തെ വേവിച്ചതുകൊണ്ട് ചോറ് നല്ലോണം വേവേറിക്കുകയാണ്, കട്ടായിക്കണം. ഞാൻ ബിരിയാണി അരിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യല്. ആദ്യം ചോറ് തിളപ്പിച്ച് വേവിച്ചേക്കലാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവലില്ല. അതിപ്പോൾ ഈ ബസ്മതി അരി ആയിട്ട് അങ്ങോട്ട് കട്ട പിടിച്ചിക്കണം. അപ്പോൾ ഞാൻ അതിന് പിന്നെ കുറച്ച് കോരി വെച്ചിട്ടോ. ഞാനിങ്ങനെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം അടിയിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ആ ചോറ് ഒക്കെ കോരിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒക്കെ കട്ടയാക്കണ്. അതിൽ കട്ടയൊക്കെ ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും പിന്നെ ഈ ഉള്ളി വാട്ടിയതും ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച കോഴി കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇല്ല കേട്ടോ, അത് ഞാൻ മറന്നിരിക്കുന്നു കൊണ്ടിരിച്ചാൻ വേണ്ടിയിട്ട്. കൊടുന്നത് ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞേക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഏതായാലും പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളും ബാക്കിയുള്ള ചോറും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ വെച്ചു. പിന്നെ അതിൽ കുറച്ച് നെയ്യും കൂടിയും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാം. അത് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.